ഇനി നമുക്ക് ചിന്ത എങ്ങനെയാണ് റിസൾട്ട് ആയിട്ട് മാറുക നോക്കാം. ഇതാണ് ഇതിന്റെ കോറ് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കോറ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഈ പോയിന്റിലാണ് നിങ്ങൾ ഇന്ന് 1 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുന്ന കിട്ടാൻ പോകുന്ന പോയിന്റ് ഇതാണ് കേട്ടോ. അതായത് ചിന്തകൾ എങ്ങനെയാണ് റിസൾട്ട് ആയിട്ട് മാറുന്നത്, ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഫോർമുല ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ചിന്തകള് ഫീലിങ്സ് ഉണ്ടാക്കും, ഫീലിങ്സ് ആക്ഷൻ ഉണ്ടാക്കും, ആക്ഷൻ റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം തന്നെ ഒന്നുകൂടി പറഞ്ഞാൽ, അതായത് ആദ്യം ഒരു ചിന്ത വരുന്നു, അത് കഴിഞ്ഞ് ഒരു ഇമോഷൻ വരുന്നു, ആ ഇമോഷൻ അനുസരിച്ചുള്ള ആക്ഷൻ വരുന്നു, അല്ലെങ്കിൽ നോ ആക്ഷൻ. ഒന്നുകിൽ നമ്മൾ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കില്ല. ഈ വികാരത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക, അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ആക്ഷൻ എടുത്താൽ അതിനുള്ള റിസൾട്ട്, ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആക്ഷൻ അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ഇനി നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരാൾക്ക് വിശ്വാസം, അയാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റില്ല. അതായത് സ്റ്റേജിൽ കയറി നിന്ന് 4 ആളുടെ മുന്നിൽ കയറി സംസാരിക്കാൻ അയാളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അയാളുടെ ഉള്ളിലുള്ളത്. എന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, സ്റ്റേജ് കാണുമ്പോഴേക്കും ഇവിടെ കയ്യും കാലും മറിക്കും, സ്റ്റേജിന്റെ മുകളിലേക്ക് കയറി നിന്ന് 4 ആള് എല്ലാവരും കൂടി തന്നെ നോക്കുമ്പോഴേക്കും കഴിഞ്ഞു കഥ. വിയർത്ത് ചങ്കടിക്കുന്നതും വയറിനുള്ളിൽ കാളുന്നതും ഒക്കെ സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള ചിന്ത, ആദ്യം തന്നെ എന്താ പറഞ്ഞ ചിന്ത എന്താണ്? എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റില്ല, അല്ല സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റില്ല. ഇത് ചിന്ത പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ രണ്ടാമത് എന്താ പറഞ്ഞ? ഫീലിങ്സ് വരും, ഇമോഷൻ വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇമോഷൻ ആയിരിക്കും വരിക എന്നുള്ളത് പറയും. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റില്ല എന്ന് ഒരാൾ പറയുന്ന ഒരാൾക്ക് ഉള്ളിൽ വരുന്ന ഫീലിങ്സ് എന്താണ്? അപ്പോൾ വരുന്ന 3 ഇമോഷൻ പറഞ്ഞാൽ പേടി വരും, നാണക്കേട് വരും, ടെൻഷൻ വരും. ഇതൊരു 3 ഇമോഷൻ എന്തായാലും വരും. ഇതാണ് വരാൻ പോകുന്നത്. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റില്ല എന്ന് പറയുമ്പോൾ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്താണ്? പേടി. ഒരാൾ പറഞ്ഞു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറഞ്ഞാൽ അപ്പ പേടി, ആ വഴിക്ക് പിന്നെ കാണില്ല, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ ആളെ പിന്നെ കാണില്ല. അപ്പം ഇപ്പൊ അയാളുടെ ഉള്ളിൽ ഉണ്ടായ ഇമോഷൻ എന്ത് ചെയ്യും? പേടി ഉണ്ടാവും, നാണക്കേട് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്നിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ചിന്തയെന്ന് എന്തുണ്ടായി? ഫീലിങ്സ് ഉണ്ടായി. നമ്മളിപ്പോ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം ആക്ഷൻ. അപ്പൊ എന്തായിരിക്കും അയാൾ ആക്ഷൻ എടുക്കുന്നത്? അയാൾ പതുക്കെ സ്റ്റേജിൽ കയറാണ്ട് മുങ്ങി സംസാരിക്കണേന്ന് ഒഴിവാവുക. അതാണ് എളുപ്പമുള്ള പരിപാടി. സ്റ്റേജിൽ കയറാൻ പറഞ്ഞാൽ കയറാണ്ടിരിക്കുക, അതാണ് അതിന്റെ എളുപ്പമുള്ള പരിപാടി. അപ്പോൾ ആക്ഷൻ അയാൾ എന്തായി? നോ ആക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ എന്താണ് അയാൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട്? എന്താ? അയാളുടെ ആത്മവിശ്വാസം അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ്. എല്ലാവർക്കും നടക്കുന്നു, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ ഇങ്ങനെ എല്ലാവരും മുന്നിൽ സംസാരിക്കാനുള്ള കഴിവുള്ള ആളൊന്നുമല്ല, എനിക്ക് അങ്ങനെ അതിനുള്ള ഇതൊന്നും ഇല്ല എന്നുള്ള ചിന്തകളാണ് റിസൾട്ട് അയാളുടെ ഉള്ളിൽ വരാൻ പോകുന്നത്. അതാണ്. അപ്പൊ എന്താണ് ആദ്യം പറയാ? ആദ്യം ചിന്തകളിൽ നിന്ന് ഇമോഷൻ വരും, ഇമോഷനിൽ നിന്ന് ആക്ഷൻ വരും, ആക്ഷനിൽ നിന്ന് റിസൾട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. വേറൊരാൾ ഇതേമാതിരി, അയാൾക്കും ഇതേമാതിരി സ്റ്റേജിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല, അയാൾക്കും ഇതേമാതിരി പേടിയൊക്കെ ഉണ്ട് കയറുമ്പോൾ. പക്ഷെ അയാളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്ത എന്താണെന്നറിയോ? ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ പറ്റും, ഇവരും ഇതുപോലെ ആദ്യം വരുമ്പോൾ ഇവരൊക്കെ ഇതുമാതിരി പേടിച്ചിട്ട് എന്നെ കയറിയിട്ടുള്ളത്, ആരും ജനിച്ചപ്പോൾ തന്നെ സ്റ്റേജിൽ കയറി വന്നവരൊന്നും അല്ല, ഇത് എനിക്കും പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ പറ്റും എന്നാണ് നമ്മൾ ഉള്ളിൽ പറയണമെങ്കിൽ, ഇതാണ് നമ്മൾ പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്തായിരിക്കും? ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും, ഞാനും വിചാരിച്ചാലൊക്കെ സാധിക്കും, ഞാനും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റേജിലൊക്കെ കയറി എനിക്ക് വർത്തമാനം പറയാൻ പറ്റും എന്ന് ഉള്ളിൽ പറയുന്ന ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന ഇമോഷൻ എന്തായിരിക്കും? അപ്പം ഇതന്നെയാണ് കറക്റ്റ്. നമുക്ക് വരുന്ന പ്രതീക്ഷ വരികയാണ്, ധൈര്യം വരികയാണ്, ഓപ്റ്റിമിസ്റ്റിക് ആവുകയാണ്, നമ്മൾ ശുഭാപ്തി വിശ്വാസക്കാരനാവുകയാണ്. കാരണം നമ്മൾ പറഞ്ഞത് എന്താ? ഇത് എന്നെ കൊണ്ട് സാധിക്കും, ഞാനും പ്രാക്ടീസ് ചെയ്ത് എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണ്? പ്രതീക്ഷയും ധൈര്യമാണ്. ഈ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ഇമോഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ആക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ എന്തായിരിക്കും ആക്ഷൻ എടുക്കുക? അയാൾ പറയും ഞാനും കുറേശ്ശെ ഒന്ന് സംസാരിച്ച്, ഞാനൊന്ന് ആദ്യം മൊബൈലൊന്ന് പിടിച്ച് മൊബൈലൊന്ന് ഞാൻ റെക്കോർഡ് ചെയ്യും ദിവസം, ആരും കാണുമല്ലോ, ഞാൻ 2 മിനിറ്റ് 1 മിനിറ്റ് ഞാൻ 30 സെക്കൻഡ് സംസാരിച്ച് റെക്കോർഡ് ചെയ്യും ദിവസവും, ആരും പബ്ലിഷ് ഒന്നും ചെയ്യില്ല, ആരും അയക്കൊന്നുമില്ല, ഞാനിങ്ങനെ ദിവസം റെക്കോർഡ് ചെയ്ത് ഞാൻ എൻ്റെ പ്രാക്ടീസ് കൂട്ടും. മൊബൈൽ ഇങ്ങനെയാണ് പിടിക്കും, സെൽഫി ക്യാമറ ഓൺ ആക്കുക, ആ പറഞ്ഞു ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക, കുറെ തെറ്റിക്കോട്ടെ, ആരും കാണില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അയാൾ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അയാൾ ഒരു 100 ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഏത് സ്റ്റേജോ ഏത് മൊബൈലോ ഏത് ക്യാമറയുടെ മുന്നിലും അയാൾ സുന്ദരമായിട്ട് സംസാരിക്കും. അയാളുടെ പേടി തന്നെ അങ്ങോട്ട് പോകും ഇയാൾ ഈ ഒരു ആക്ഷൻ എടുത്താൽ. എല്ലാവരും ഇങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കാതെ, എവരി മാസ്റ്റർ വാസ് വൺസ് എ ബിഗിനർ, എവരി മാസ്റ്റർ വാസ് വൺസ് എ ബിഗിനർ. ഇന്ന് എത്ര മുകളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ആദ്യം 1-ാം ക്ലാസ്സിൽ ഈ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏത് വലിയ തലത്തിലിരിക്കുന്ന ആളാണെങ്കിലും അയാളും ഇതേമാതിരി നമ്മളെപ്പോലെ ഒരു തുടക്കക്കാരനായിരുന്നു അയാളും, ഒരു സംശയം വേണ്ട.
അപ്പോൾ അങ്ങനെ അവിടെ ചിന്തിച്ചാൽ പോരെ, നമ്മളും നാളെ അയാളെ പോലെ ആവും എന്ന് നമുക്ക് അയാളെ നോക്കി പറയാം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ശുഭാപ്തി വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഇതുമാതിരി സംസാരിക്കാൻ പേടിയുള്ള ആള് 2 മിനിറ്റ് വീതം നമ്മൾ സംസാരിക്കും, റെക്കോർഡ് ചെയ്യുന്ന ആൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അയാൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട്? എന്താണ്? കോൺഫിഡൻസ് കൂടും. നേരത്തെ പറഞ്ഞില്ലേ, കോൺഫിഡൻസ്, അയാൾക്ക് കോൺഫിഡൻസ് വരും. മറ്റേ ആൾ എന്താ ചെയ്തത്? എന്നെ കൊണ്ട് സാധിക്കില്ല പറഞ്ഞ് ഒളിച്ചോടിയ ആൾക്ക് അയാളുള്ള കോൺഫിഡൻസ് പോയി. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? ചിന്തയിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. 2 പേരുടെ സാഹചര്യം ഒന്നാ. ഒരാൾ ചിന്തിച്ചത് എന്നെ കൊണ്ട് പറ്റും, മറ്റേ ആൾ ചിന്തിച്ചത് എന്നെ കൊണ്ട് പറ്റില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാഹചര്യമൊക്കെ ഒന്നാണ്. അപ്പൊ ചിന്തകൾ മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് മാറണമെങ്കിൽ എന്താ നമ്മൾ വേണ്ടത്? നിങ്ങൾക്ക് റിസൾട്ട് മാറണം. അപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾ പ്രവൃത്തി മാറണം. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ താഴത്തുനിന്ന് മുകളിലേക്ക് വരും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാവുന്ന റിസൾട്ട്, ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഉണ്ടാവുന്ന റിസൾട്ട് നിങ്ങൾക്ക് മാറ്റണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ ആക്ഷൻ മാറ്റണം. ആക്ഷൻ മാറണമെങ്കിൽ എന്താ വേണ്ടത്? ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇമോഷൻ മാറണം. നമ്മുടെ ഇമോഷൻ ആദ്യം മാറണം. എന്ത്? പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. ശുഭാപ്തി വിശ്വാസം, ധൈര്യം, കോൺഫിഡൻസ്, ഇതൊക്കെ നമുക്ക് വേണം. അത് വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എവിടെയാണ് വേണ്ടത്? ചിന്തകളിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പം ഫീലിങ്സ് മാറണമെങ്കിൽ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. റിസൾട്ട് മാറണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി മാറണം. പ്രവൃത്തി മാറണമെങ്കിൽ ഇമോഷൻ മാറണം. ഇമോഷൻ മാറണമെങ്കിൽ ചിന്തകൾ മാറണം. ഇപ്പൊ ക്ലിയർ ആയല്ല? ജീവിതം മാറണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ചിന്തകൾ മാറ്റുക. ചിന്തകൾ മാറിയാൽ നമ്മുടെ ജീവിതം മാറും. പക്ഷെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ ഒരു ദിവസം ഇപ്പൊ ഈ ഒരു മണിക്കൂർ നിങ്ങൾ ഈ ക്ലാസ് കേട്ടു, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അഫർമേഷൻ ഇരുന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, ഞാൻ എൻ്റെ ജീവിതം മാറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസമുള്ള കാര്യങ്ങളൊക്കെ നേടും എന്നൊക്കെയുള്ള അഫർമേഷൻ നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടാവും? മാറില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഈ പാറ്റേൺ വന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലിടുന്ന ചിന്തകളുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച ചിന്ത കൊണ്ടല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറ്റാന്ന് വിചാരിച്ചാൽ നടക്കൂ? അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റൂ. മാറ്റാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാറ്റാൻ പറ്റും. അതാണ് ഇതിന്റെ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പൊ 10 വർഷമൊക്കെ ആയിട്ടുള്ള പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് മാറുന്നു വിചാരിച്ച് ഇങ്ങനെ നടക്കുക. അതിന് നമ്മൾ ഡെയിലി റീപ്രോഗ്രാം ചെയ്യണം. ഡെയിലി നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുത്ത് നിങ്ങൾ ദിവസമായിട്ട് ഇരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ മാറും. അങ്ങ് മാറും ചെയ്യും, നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയാൽ നിങ്ങളുടെ ലൈഫ് മാറും. ഇതാണ് ഞങ്ങൾ MM30 ചെയ്തുകൊണ്ടിരിക്കുന്നത്. MM30 എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും മോട്ടിവേഷൻ ക്ലാസ് ആണ്. ഒരു മോട്ടിവേഷനും ഇല്ല അവിടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നു. ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കൈ പിടിച്ച് നടത്തുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നിങ്ങളുടെ കോൺഫിഡൻസ് അല്ല മോട്ടിവേഷനായിട്ട് അവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ആ ലക്ഷ്യം നേടിയാലുള്ള നിങ്ങളെയാണ് അവിടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അല്ലാതെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു മോട്ടിവേഷനും കൊടുക്കുന്നില്ല. ഇപ്പൊ ജിമ്മിൽ നിന്ന് പോയിട്ട് നമ്മൾ ബോഡി ഇങ്ങനെ ട്രെയിൻ ചെയ്യേണ്ട, അതേമാതിരി നമ്മൾ MM30 മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. പക്ക പ്രാക്ടിക്കൽ, ഫുൾ പ്രാക്ടിക്കൽ. കയറി കഴിഞ്ഞ അവസാനം വരെ നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഓരോരോ കാര്യങ്ങൾ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാൻ, നിങ്ങളുടെ ചിന്തകളുടെ പാറ്റേൺ മാറാൻ, നിങ്ങളുടെ വൈബ്രേഷൻ മാറാൻ, നിങ്ങളുടെ ഫോക്കസ് മാറാനുള്ള പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് മെഡിറ്റേഷനോട് കൂടിയാണ് നിർത്തുന്നത്. മെഡിറ്റേഷനിലും നിങ്ങളുടെ ഗോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുകയാണ്. ആൽഫ സ്റ്റേജിൽ നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത പോലെ നിങ്ങളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ആ ഒരു അനുഭവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആ ഒരു സെഷൻ നിങ്ങൾക്ക് തരും എന്തായാലും. ഇപ്പൊ തന്നെ ഈ ക്ലാസ്സിൽ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗോള് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. ഇനി നെഗറ്റീവ് ചിന്ത എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് ബ്ലോക്ക് ആവണമെന്ന് നോക്കാം. ഇനി നമ്മൾ പോസിറ്റീവിന്റെ കാര്യം പറഞ്ഞു, ഇനി നെഗറ്റീവിനുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ നെഗറ്റീവ് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. അല്ലാണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുത്തനും നെഗറ്റീവ് ആയിട്ടുള്ള ഒരുത്തനും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ നെഗറ്റീവ് ചിന്ത വന്നാൽ അത് പ്രശ്നം എന്താ പറയുക? ഈ നെഗറ്റീവ് ചിന്ത വരുന്നതല്ല, വന്നത് നമ്മൾ സത്യമായിട്ടാണ്ട് അംഗീകരിച്ചു കളയും. അവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ എല്ലാവർക്കും വരും, പക്ഷെ അതിന് സത്യമായിട്ട് അംഗീകരിക്കില്ല. അതിനെ ഒഴിവാക്കി വിടാൻ പറ്റണം. പക്ഷെ അത് സത്യമായിട്ട് അംഗീകരിക്കും. കാരണം ഉപബോധ മനസ്സിന് എന്ത് ചിന്ത വരുന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതില്ല, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. സാധാരണയായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ആളുകൾ പറയുന്നത്, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ഭാഗ്യമൊന്നുമില്ല, പണമൊന്നും എനിക്ക് അങ്ങനെ പൈസയൊന്നും വരില്ല, ഞാൻ കുറേ നോക്കി, എങ്ങനെ നോക്കിയാലും എനിക്ക് പൈസയൊന്നും വരില്ല, എൻ്റെ കയ്യിൽ ഇരിക്കില്ല. ആളുകൾ എന്നെ റിജക്ട് ചെയ്യും. ഞാൻ ചെല്ലുമ്പോഴേക്കും ആൾക്കാർ വേണ്ട പറയും. ഞാൻ പിന്നെ എങ്ങനെ ഞാൻ സെയിൽ നടത്താം? ഞാൻ മുന്നോട്ട് പോകുമ്പോഴേക്കും ആൾക്കാർ വേണ്ട പറയും. എനിക്ക് ഒന്നും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കുറച്ചു കാലം ചെയ്യുമ്പോഴേക്കും ഞാൻ നിർത്തും. അതാണ് എൻ്റെ സ്വഭാവം.
എന്ന് നമ്മൾ തന്നെയാണ് നമ്മളോട് പറയുന്നത്. എൻ്റെ ജീവിതം മാറില്ല, ഞാൻ തുടങ്ങും പക്ഷെ പൂർത്തിയാക്കൂല. മുമ്പ് എന്നോ ചെയ്ത ഏതോ കാര്യത്തിൽ ചെയ്തതാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളോട് തന്നെ. എന്നെ കൊണ്ട് ഞാൻ ചെയ്യില്ല, ഞാൻ എന്ത് ചെയ്താലും അവസാനിപ്പിക്കില്ല. നേരത്തെ പറഞ്ഞില്ലേ പ്രീവിയസ് ഫെയിലിയേഴ്സ് പറഞ്ഞില്ലേ, അതാണ് സംഭവം. അത് നമ്മൾ ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുക ദിവസവും. കാരണം നമ്മൾ അത് ഇങ്ങനെ വരുന്നത് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഒരു നെഗറ്റീവ് ഒരു ലൂപ്പാക്കി നിങ്ങളെ പെടുത്തുന്നത് എങ്ങനെ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ചെറിയ ചെറിയ ചിന്തയല്ലേ എന്ന് തോന്നും. ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ ചെറിയ ചിന്തയാന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് ഈ ചിന്തകളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് എന്താണോ അതിന്റെ കാരണം ഈ ചിന്തകളാണ്. ഏത് വ്യക്തിയുടെയും ഏത് വ്യക്തിയുടെയും എന്ത് ചിന്തയാണോ അയാളുടെ മനസ്സിനോട് നടക്കണം അതിനനുസരിച്ചാണ് അയാളുടെ ജീവിതം ഉണ്ടാവും. ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഞാൻ ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ആഗ്രഹം എന്താ വെച്ചാൽ നല്ല ബിസിനസ് നടക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം. പക്ഷെ ഉള്ളിലുള്ള ചിന്ത എന്താ അറിയോ, ഞാൻ എന്നെ കൊണ്ട് എനിക്ക് വലിയ സെയിൽസ് ഒന്നും വലിയ കപ്പാസിറ്റി ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ആൾക്കാരൊന്നും വാങ്ങൂല. ഇതാണ് അയാളുടെ ഉള്ളിൽ നടക്കുന്ന കോൺവെർസേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇന്നർ കോൺവെർസേഷൻ. അയാളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്ത ഞാൻ പറഞ്ഞ ആൾക്കാരൊന്നും വാങ്ങില്ല, എന്നെ ഞാൻ വിചാരിച്ചാലും സെയിൽ അധികം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അയാളുടെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ആദ്യം ചിന്ത. അപ്പൊ എന്തായിരിക്കും അയാളുടെ ഉള്ളിൽ നടക്കുന്ന ഇമോഷൻ? എന്തായിരിക്കും? പേടിയായിരിക്കും ഉണ്ടാവും, ഭയം. പ്രധാനമായിട്ട് വരുന്ന ഇമോഷൻ ഭയമായിരിക്കും. അപ്പൊ ഭയം വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ പഠിച്ച ഇമോഷൻ നേരെ ആക്ഷൻ എന്തായിരിക്കും? ആക്ഷൻ കുറയ്ക്കും. എന്ന് വെച്ചാൽ സെയിൽസ് കുറയും. സ്വാഭാവികമായിട്ടും ഇയാൾ തന്നെ ഈ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് എന്തായിരിക്കും? അയാളുടെ റിസൾട്ട് എന്തായിരിക്കും? ആക്ഷൻ ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ സെയിൽ ഉണ്ടാവില്ല. സെയിൽ ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സെയിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ പ്രധാനമായിട്ട് അയാളോട് തന്നെ പറയും, ഞാൻ അത് ആദ്യം എനിക്കറിയാം, ഞാൻ അത് ചെയ്ത ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഞാൻ ചെയ്ത ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പറയും കണ്ട, ഞാനത് ആദ്യം എനിക്കറിയാം, ബിസിനസ് നടത്തിയാൽ ശരിയാവില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം, എന്നെ കൊണ്ട് ബിസിനസ് ചെയ്യാനൊന്നും ആവില്ല. ഇതാണ് സംഭവം. എങ്ങനെയാ ബിസിനസ് ഉണ്ടാവാണ്ടിരിക്കാൻ കാരണം എന്താ? ഇയാൾ ആദ്യം അത് പറഞ്ഞു, അതിൽ നിന്ന് ഭയം ഉണ്ടായി, ഭയത്തിൽ നിന്ന് സെയിൽസ് കുറഞ്ഞപ്പോൾ അത് ഒന്നുകൂടി അടിയൊരിട്ടു. എന്തായി? ഇതാണ് ലൂപ്പ്, നെഗറ്റീവ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾ ഒരു കാര്യം തുടങ്ങി, എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല, പിന്നെ അയാൾ എന്ത് ചെയ്യണേ മുമ്പ് പറയും ഇത് എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഞാൻ തുടങ്ങും. പക്ഷെ എന്ന് അയാൾ എന്നെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിലോ ഞാൻ പറഞ്ഞു തന്നെ സംഭവിച്ചു കണ്ടില്ലേ. അപ്പൊ അയാൾക്കൊരു എവിഡൻസ് കിട്ടിയ മാതിരിയാ. ഞാൻ ചെയ്തത് നമുക്കറിയാം, നമ്മുടെ മനസ്സിന് ഒരു എവിഡൻസ് കിട്ടിയ തെളിവ് എപ്പോഴും വേണം. എവിഡൻസ് ഉണ്ടാകുമ്പോഴാണ് ബോധ മനസ്സ് അത് അംഗീകരിക്കുക. നമ്മൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ, ഞാൻ ആദ്യം പറഞ്ഞു നടക്കൂല, ഇപ്പം നടന്നില്ല കണ്ടില്ലേ, എന്നെ കൊണ്ട് സാധിക്കൂല എന്ന് നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചു, അടിവരയിട്ടു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നെഗറ്റീവ് ചിന്ത പേടി ഉണ്ടാക്കും. പേടി എന്താവും? ആക്ഷൻ കുറയ്ക്കും, അല്ലെങ്കിൽ നോ ആക്ഷൻ ഉണ്ടാക്കും. നോ ആക്ഷൻ എന്താക്കും? റിസൾട്ട് മോശമാക്കും. റിസൾട്ട് മോശമായി എന്താവും? ആദ്യത്തെ നെഗറ്റീവ് വിശ്വാസം ഒന്നും കൂടി കുറയ്ക്കും. അപ്പോൾ നെഗറ്റീവ് ചിന്ത പേടി ഉണ്ടാക്കും. പേടി ഒരു ആക്ഷൻ കുറയ്ക്കും. ആക്ഷൻ കുറഞ്ഞ റിസൾട്ട് കുറയും. റിസൾട്ട് കുറഞ്ഞ ആ വിശ്വാസം ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കും. അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയി ആ വിശ്വാസം. അതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റും. ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഉറച്ച് ഇനി പിന്നെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത് അടിയുറച്ചു പോകും. ചില ആണിയൊക്കെ അടിച്ച് ഉള്ളിലേക്ക് കയറി പിടിച്ചു വലിച്ച കിട്ടാത്ത മാതിരി ഉള്ളിലേക്ക് കയറിയാൽ ഇത് നമ്മുടെ ഉള്ളിലവിടെ അടിഞ്ഞു കയറി. അപ്പൊ എത്രയും പെട്ടെന്ന് അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മൾ പലരും ചെയ്യും, ബ്രേക്ക് ഗോൾ എഴുതിക്കൊണ്ടിരിക്കും. ഗോൾ എഴുതിയ വിഷ്വലൈസേഷൻ ചെയ്യും, എഫർമേഷൻ ചെയ്യും, അല്ലെ? എഫർമേഷൻ ചെയ്യും. പിന്നെ നെഗറ്റീവ് ചിന്തകൾ, ഇതൊന്നും ചെയ്തിട്ട് മാത്രം പോരാ. നമ്മുടെ ഈ നെഗറ്റീവ് ഉള്ളിൽ കിടക്കണ ഈ സെൽഫ് ടോക്ക് നമ്മൾ മാറ്റണം. ഇത് എവിടുന്ന വന്നേ, എന്താ അതിന്റെ കാരണം, അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള എഫർമേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അവിടെ വെച്ചു കൊടുക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കുന്നു. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനും കൂടുതൽ നമ്മൾ പറയണം. അപ്പോഴാണ് ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നടക്കും, എന്തായാലും നടക്കും. ഇതാണ് ഞങ്ങൾ MM30 ചെയ്യുന്നത്, ഇതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇപ്പൊ പലർക്കും എന്താ പറയുക, ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഒറ്റ മൈൻഡ് ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. എത്രയോ ആളുകൾ അസാധ്യമായ കഴിവുള്ളവർ നമുക്കറിയാം, അസാധ്യമായ കഴിവുകളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ ട്രെയിനിങ് ഇല്ല അവർക്ക്. മൈൻഡ് എങ്ങനെ ഇത് ചെയ്യണം, അവർ ആ ലൂപ്പ് ഹോളിൽ പെട്ടെടുക്കുക. അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കേണ്ട എങ്ങനെയാന്ന് ആർക്കും പറഞ്ഞു തരാനില്ല, അവർക്കൊട്ട് അറിയില്ല. അവിടെയാണ് MM30 റോള് വരുന്നത്. കാരണം അവർക്ക് സ്വന്തമായിട്ട് പറ്റാത്തതോട് നമ്മൾ കൈപിടിച്ച് അവരെ അതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും പറയും പോസിറ്റീവ് തിങ്കിങ്, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? പലരും ചിന്തിക്കുന്ന അറിയാം, പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും അതൊന്നും എനിക്കതൊരു പ്രശ്നമല്ല. സലീൽ കുമാർ പറഞ്ഞു ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയലല്ല. ചിലർ പറയും ഹൂ കെയർ എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ല. എന്ത് പ്രശ്നം വന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് അല്ല
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രശ്നം എല്ലാവർക്കും വരും. ആരും പ്രശ്നങ്ങളില്ലാത്തോ ബുദ്ധിമുട്ടില്ലാത്തോ സാഹചര്യങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും പരിഹാരങ്ങളിലേക്ക്. ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കാം, ഇതെങ്ങനെ എനിക്ക് അതിൽ നിന്ന് മറികടക്കാം, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോവാം, ഈ ഒരു ചിന്ത, ഈ ഒരു ഫോക്കസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ അതേസമയം നമ്മൾ ഈ പ്രശ്നം, അയ്യോ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ പറ്റി, എന്റെ ദൈവം, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന എന്താ സംഭവിക്കുക? നമ്മുടെ ഫോക്കസ് മുഴുവൻ എവിടെയാ? പ്രശ്നങ്ങളിലേക്കാണ്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ പരിഹാരങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പരിഹാരങ്ങളും കൂടുതൽ നല്ല കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ എപ്പോഴും പരിഹാരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിക്കണം. അല്ലാണ്ട് പ്രശ്നങ്ങൾ ഒരിക്കലും ഇല്ലാണ്ടാവണില്ല. അതിനാണ് പ്രാക്ടീസ് ആവശ്യം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ നമുക്ക് നമ്മളുടെ പരിഹാരങ്ങൾ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ട പരിഹാരമാണ്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ആ സംഭവിച്ച കാര്യം മുന്നോട്ട് പോയി റീടേക്ക് ചെയ്ത് സിനിമയൊന്നുമല്ല. സിനിമയാണ് നമുക്ക് ഒന്നുകൂടി റീടേക്ക് എടുക്കുക. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി കൊണ്ടുപോയി ഇടിച്ചു, മുൻഭാഗം തട്ടി, ഇനി അത് അംഗീകരിക്കുക, ഒരു രക്ഷയില്ല. അയ്യോ ഞാൻ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു, അയാൾ മുന്നിൽ ചാടിയില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു, ഇയാളില്ലെങ്കിൽ അന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും വില പോവില്ല. കാരണം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതൊന്നും ഒരു മാറ്റം നമുക്ക് റീടേക്ക് എടുക്കാൻ പറ്റില്ല. ലൈഫാണ്. അവിടെ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇത് സംഭവിച്ചു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് മറികടക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാണ് ഓപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. അതിന് നമ്മുടെ ഫോക്കസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നമ്മുടെ സൊല്യൂഷൻസിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതം മാറും. ഇപ്പൊ നമ്മൾ പറയും എന്നെ കൊണ്ട് പറ്റില്ല, നേരത്തെ പറഞ്ഞില്ല എന്നെ കൊണ്ട് പറ്റില്ല. അതിന് പകരം നമ്മൾ പറയാണ് പ്രാക്ടീസ് ചെയ്താൽ, പ്രാക്ടീസ് ചെയ്താൽ എന്നെ കൊണ്ട് കഴിയും. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അവിടെ മാറ്റേണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുമാതിരി എനിക്ക് പണം വരില്ല, ഒരാൾ പറയണേ എനിക്ക് പണം വരും, ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് പണം വരില്ല. അതിന് പകരം നിങ്ങൾ പറയാണ് ഞാൻ ആളുകൾക്ക് മൂല്യം കൊടുക്കാൻ സാധിച്ചാൽ അവരെനിക്ക് പണം തരും. അവർക്ക് എല്ലാം സെയിൽസും സർവീസും ഒക്കെ ചെയ്യുന്നത് മൂല്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാൾക്കൊരു മൂല്യം കൊടുക്കുമ്പോഴാണ് അയാൾ നമുക്ക് പണം തരുന്നത്. അങ്ങനെ നമ്മൾ ഒരു മൂല്യം ഒരാൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് പണം വരും. നമ്മൾ മൂല്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ മതി. എങ്ങനെ അവർക്ക് മൂല്യം കൊടുക്കാം, എങ്ങനെ അവർക്ക് എൻ്റെ ജോലിയിൽ എങ്ങനെ കൂടുതൽ മൂല്യം എനിക്ക് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണം വരും. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് നടക്കുന്നത്. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ വരേണ്ടത്. ഇപ്പം പലരുടെ ഉള്ള എൻ്റെ ജീവിതം മാറൂല, പലരുടെ ഉള്ള ചിന്തയാണ് എൻ്റെ ജീവിതം മാറൂല. അതിന് പകരം നിങ്ങൾ ചിന്തിക്കുകയാണ് എൻ്റെ ചിന്തകളും എൻ്റെ ഇമോഷനും ആക്ഷനും ഞാൻ മാറ്റാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങും എന്ന് നിങ്ങൾ ചിന്തിച്ചാലോ ഓപ്റ്റിമിസ്റ്റിക് ആയി. അപ്പം നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ നമ്മുടെ ദിവസം ചിന്തകൾ മാറ്റാം. അപ്പോൾ നിങ്ങൾ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങും, പുതിയ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങും. അത് ഇമോഷൻസ് നല്ല പോസിറ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള ആക്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങൾ പ്രായോഗികമായിട്ട് പഠിപ്പിക്കുന്ന ടിപ്സുകൾ നിങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അല്ലാതെ ഞാൻ പറയാം എൻ്റെ ജീവിതം മാറില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അത് അടിയുറയ്ക്കുന്ന തീരുമാനങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള തെളിവുകളും ഒക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഉറച്ചു വെച്ച് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറച്ച് നിങ്ങൾ അവിടെ വീഴും ചെയ്യും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞാൽ മാജിക് ആണോ, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം ജന്മന കിട്ടും? ഒന്നുമല്ല. ഇതൊരു മാജിക് ഒന്നുമല്ല. ഇത് നിങ്ങൾക്കൊരു മെന്റൽ ഡിസിപ്ലിൻ ആണത്. നിങ്ങൾക്കിത് മെന്റൽ ഡിസിപ്ലിൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് മെന്റൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാം. ഞാൻ നാളെ മുതൽ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ, എന്ത് വന്നാലും ഓപ്റ്റിമിസ്റ്റിക് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെന്നാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നമ്മുടെ ഉള്ളിൽ മാത്രമേ നമ്മൾ അത്ര ചിന്ത കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മളെ മാറണമെന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കും? നിങ്ങൾ എന്നെ ആലോചിക്കും. നാളെ അടുപ്പത്ത് വെച്ചാൽ നല്ല തിളച്ചൊരു പാത്രം, നമുക്ക് കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത ഒരു പാത്രത്തിലുള്ള വെള്ളം, അത് നമ്മൾ അടുപ്പത്തെടുത്ത് താഴ്ത്തു വെച്ച് നോക്കി 1 മണിക്കൂർ കഴിഞ്ഞ് പച്ച വെള്ളം മാറി ഇരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? പുറത്ത് തണുപ്പാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും അടുപ്പിന്ന് താഴ്ത്തിറക്കി വെച്ചാൽ ആ തണുപ്പ് തട്ടി അതിന്റെ ചൂട് പോവും. ഉറപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ പോകുന്നത് ഇതേ സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ സാഹചര്യത്തിൽ എന്നാൽ നിങ്ങൾ തണുക്കും, ഉറപ്പാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതും മറക്കും, പഴയതിന്റെ പോലെ തന്നെ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഞാൻ ഇതുവരെ ഞാൻ പലതും കാണും, പലതും ചെയ്യും, ഇനിയും കാണും, ഇനിയും ചെയ്യും. പക്ഷെ ഒരു മാറ്റം ഉണ്ടാവണം. എന്നാണ് നമ്മൾ വീണ്ടും പിന്നെയും നമ്മൾ ഒന്നുകൂടി അടിവരെ ഇട്ടു, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. നമ്മൾ തുടങ്ങും, അവസാനിപ്പിക്കില്ല എന്നുള്ള തോന്നൽ ഒന്നുകൂടി ഇട്ടു നമ്മൾ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല, പക്ഷെ അതിന് പറ്റും. പക്ഷേ ഈ സാഹചര്യം എന്തൊക്കെയാണ് അവിടെ നടക്കണേ? നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കണേ? സോഷ്യൽ മീഡിയ കമ്പാരിസൺ നമ്മൾ പറയും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ തുറന്നാൽ
ഇഷ്ടം പോലെ സെൽഫികൾ, ഓരോരുത്തർ അവിടെ അവിടെ പോകുന്നു, പല അവാർഡ് കിട്ടുന്നു, മറ്റേത് കിട്ടുന്നു, സാമ്പത്തികമായി നേടുന്നു, കാറ് വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, ഓരോ രാജ്യങ്ങളിൽ പോയി സന്ദർശിക്കുന്നു, സന്തോഷത്തോടെ ടീ ഷോപ്പിലും കോഫി ഷോപ്പിലും ഓരോ സ്ഥലത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ണു തുടങ്ങുമ്പോൾ നമ്മൾ അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കമ്പാരിസൺ അവിടെ വർക്ക് ചെയ്യും. ഫാമിലി പ്രഷർ, നമ്മുടെ ഫാമിലിയിൽ പ്രഷറാണ്. പിന്നെ പണത്തിന്റെ ടെൻഷൻ. നമ്മൾ വലിയ കോടീശ്വരനാണെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ 100 രൂപ നമ്മുടെ കയ്യിൽ തേച്ചെടുക്കാനില്ലാണ്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ, നടക്കൂല ടെൻഷൻ. പിന്നെ ബന്ധങ്ങളിലുള്ള ഇഷ്യൂ, ഹെൽത്തിന്റെ ഇഷ്യൂ, ആരോഗ്യത്തിന്റെ പ്രശ്നം, പിന്നെ പണ്ടുണ്ടായ ഫെയിലിയർ, പിന്നെ ഭാവിനെ പറ്റിയിട്ടുള്ള പേടി, ഇതൊക്കെ കൂടി കൂട്ടിക്കുഴഞ്ഞ് ഒരു അവിയൽ പരുവത്തിൽ നമ്മൾ അങ്ങനെ ഇരിക്കും. ഇവിടെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ ഒരു സിസ്റ്റം വേണം. അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സപ്പോർട്ടിംഗ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ പോകാനാണ്. നമ്മളെപ്പോലെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ പോവുക, അവരുടെ കൂടെ നിൽക്കുക. അപ്പം എന്താണ്, അവിടെ നമ്മൾ ഫുൾ ഹീറ്റ് ആയിരിക്കും. കാരണം എല്ലാവരും ഒരേ മനസ്സോടു കൂടി ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വിടുക. അവിടെയാണ് MM30യുടെ കമ്മ്യൂണിറ്റിയുടെ ബലം വരുന്നത്. കാരണം ഒരേമാതിരി ചിന്തിക്കുന്ന ആളുകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേപോലെ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. അവരുടെ അച്ചീവ്മെന്റ്സ് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നൽകും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെയുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. ഒരേമാതിരി ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ്. ഡെയിലി പ്രാക്ടീസ് വേണം. അത് ഒരു രീതിയിൽ നമുക്ക് മാറ്റാൻ അല്ല, ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചു അതിൻ്റെ മോട്ടിവേറ്റഡ് ആയി അതുകൊണ്ട് ഞാൻ മാറും, അങ്ങനെ സംഭവിക്കില്ല. ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം.